പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, വളരെ ശുഷ്കമായ ഒരു നേരത്ത് ആകാശം മുട്ടെ പറഞ്ഞു തീർക്കാനുള്ള നമ്മുടെ അഭിലാഷം എത്ര വലുതാണ് എന്ന് ഈ സദസ്സ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സ്വർഗത്തിലും നമ്മെ ഇതുപോലെ ഒരുമിപ്പിക്കുമാറാകട്ടെ. പള്ളിനട എന്ന ഈ കുഗ്രാമത്തെ ലോകോത്തരം ഉയർത്തിയ നമ്മുടെ സ്നേഹനിധിയായ ഗുരുനാഥൻ ഷെയ്ഖ് മുനവ്വർ ഷാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ആ മഹാജീവിതത്തിൻ്റെ വഫാത്തിൻ്റെ വേളയിലെ തലമുറകൾക്കിപ്പുറത്തു നിന്നുള്ള അഭിനന്ദനമർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു നാടിൻ്റെ സമ്പന്നത എന്ന് പറഞ്ഞാൽ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളോ അവിടെ ജീവിക്കുന്നവരുടെ കോടിക്കണക്കിന് ബാങ്ക് ബാലൻസുകളോ അല്ല. ആ മണ്ണിൽ ലയിച്ച് ഒരു മഹാമനുഷ്യൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ബറക്കത്ത് അല്ലാഹു പറയുന്നുണ്ട്, ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റിലും നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ആ ബർക്കത്ത് മഹാന്മാരായ അംബിയ മുർസലുകളുടെ ഖബറിടങ്ങൾ കൊണ്ടാണ് എന്ന് മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അല്ലാഹുവേ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിച്ചാൽ മാത്രം പോരാ, എന്നെ സജ്ജനങ്ങളോട് ചേർത്ത് നിർത്തുകയും വേണം. ജീവിതത്തിലല്ല ആ പ്രാർത്ഥന, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരവസരം വേണം. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വഫാത്തിന്റെ വേളയിൽ സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു വാങ്ങുന്നുണ്ട്, പുണ്യനബിയുടെ ചാരെ ഒരു ഖബർ. ആയിഷ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്, അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ നൽകുകയാണ്. സത്യത്തിൽ മദീനയുടെ സുഗന്ധം എന്താണ്? മക്ക എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മദീന എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് മദീന? എന്താണ് മദീനയിലെ മണ്ണ്? തുർബത്തുൽ മദീനത്തി അഫ്ദലു തുർബത്തുൽ അർളി, മദീനയിലെ മണ്ണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ മണ്ണാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ മണ്ണിന്റെ ശ്രേഷ്ഠത? അവിടെ അന്തിയുറങ്ങുന്നത് ലോകഗുരുവായ ഈ പ്രപഞ്ചത്തിന്റെ കാരണഹേതുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണിൽ എവിടെ ആര് മരിച്ചാലും എൻ്റെ ഷഫാഅത്ത് അവർക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ അറാദ അൻ യമൂത ഫിൽ മദീനതി ഫൽയമുത് ബിഹാ വഇന്നി ലശാഫിഉ ലഹാ യൗമൽ ഖിയാമ. ആരെങ്കിലും മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ മരിച്ചു കൊള്ളട്ടെ, ഞാൻ അവന് ശുപാർശകനാകും. ലോകത്തെ ഏതു നാട്ടിൽ മരണപ്പെട്ടാലും പുണ്യനബിയുടെ ഷഫാഅത്ത് ഉണ്ടാകും എന്ന ഗ്യാരണ്ടി ഇല്ല. പക്ഷേ മദീനയിൽ മരിച്ചോളൂ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് ഉണ്ടാകും. ഈമാൻ പേ मौत दे मदीने की गली में मदफन मेरा महबूब की खबरें बना दे
റബ്ബേ ഉള്ളു നിറച്ചെനിക്ക് ഈമാൻ നൽകണേ റബ്ബേ. മാത്രം പോരെ റബ്ബേ, മൗതുദേ മദീനേ കി ഗലിമേ, മദീനയുടെ ഏതെങ്കിലും ഗല്ലിയിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മദുഫൻ മേരാ മഹ്ബൂബ് കി ഖബറേം ബനാദേ, എന്റെ പ്രാണനാഥന്റെ കാൽ ചുവട്ടിൽ എനിക്ക് കാറടി മണ്ണ് നൽകണേ റബ്ബേ എന്ന് ആശിക്കുകൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാകുന്നു. നമ്മുടെ നാടിന്റെ സൗഭാഗ്യമാണ് ഷെയ്ഖ് മുനവ്വർ ഷാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു നാട്ടിലൊരു സ്വാലിഹ് ഉണ്ടാവുക, ആ മണ്ണിൽ തന്നെ ആ സ്വാലിഹ് ലയിച്ചു ചേരുകയും ചെയ്യുക, അതൊരു നാടിന്റെ സൗഭാഗ്യമാകുന്നു. കാരണം എന്താ? ലോകത്തെ കരയിപ്പിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. പിന്നെ അതൊരു വലിയും ആരിഫും കുതുബുമായാലോ? ആയത്ത് വിശദീകരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പറഞ്ഞു വരുന്നത് ഫറോവയുടെ മരണത്തെക്കുറിച്ചാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്. എത്ര തോട്ടങ്ങൾ, എത്ര ഉദ്യാനങ്ങൾ, എത്ര കൊട്ടാരങ്ങൾ, എത്ര ആഡംബരദായകങ്ങളായ ഇരിപ്പിടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നലകളിലെ ചക്രാധിപതികൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അല്ലാഹു പറയുകയാണ്, ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്, ഒരാകാശവും ഒരു ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞിട്ടേയില്ല. ആയത്തോതിയപ്പോ സഹാബത്ത് ചോദിച്ചു, അത്തബിക്കി സമാ, പുണ്യനബിയെ ഒരാൾ മരിച്ചാൽ ആകാശം കരയുമോ? റസൂലുള്ള ആയത്ത് വിവരിച്ചു കൊടുത്തു. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളെ അറിയുന്ന ചെറിയ ആകാശവും അയാളെ അറിയുന്ന ചെറിയ ഭൂമിയും അയാൾക്ക് വേണ്ടി പൊട്ടി പൊട്ടി കരയും എന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ കരയുക അയാൾ നിസ്കരിച്ചിരുന്ന മുസല്ലയായിരിക്കും. ലോകത്തെ കരയിപ്പിച്ചുകൊണ്ടാണ് മുഅ്മിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ ഒരു ഇഷ്ടഭാജനമാകുമ്പോഴോ? മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞപ്പോ റിച്ചാർഡ് പാർലെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് റെജിമെന്റിലെ ഒരു മേജർ എഴുതി വെക്കുന്നുണ്ട്, ആകാശം തെളിഞ്ഞ നീലാകാശം, പെട്ടെന്ന് കാർമുകിലുകൾ ഉരുണ്ടുകൂടി, കൊടുങ്കാറ്റടിച്ചു വീശി, എന്തെന്നില്ലാത്ത മഴ. ഈ മഹാബിജുകേഷുവിന് വേണ്ടി സല്യൂട്ട് ചെയ്യുകയാണോ ഈ പ്രകൃതി എന്ന് ഞാൻ ആലോചിച്ചു പോയി. ലോകത്തെ കണ്ണീരണിയിപ്പിച്ചുകൊണ്ടാണ് ഈ മനുഷ്യരൊക്കെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. അവര് ഈ മണ്ണിലലിഞ്ഞവരാണ്. ആ മണ്ണിന് പ്രത്യേകതയില്ലേ? അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത് മതയുക്തിവാദമാണ്, മതനിരാസകരുടെ വാദമാണ്. ലോകത്തെ എല്ലാ ചക്രാധിപതികളും ഏകാധിപതികളും ഫറോമാരും ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഫമാ ബഹൽ ഖുറൂനിൽ ഊലാ. മൂസയും ഫിർഔനും തമ്മിലുള്ള ഒരു സംഭാഷണം സൂറത്തു ത്വാഹയിൽ അല്ലാഹു അവതരിപ്പിക്കുന്നുണ്ട്. ഫമാ റബ്ബുകുമാ യാ മൂസ, മൂസേ നിന്റെ റബ്ബാരാൻ? മൂസ നബി റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബാരാണെന്നറിയുമോ? അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടിയെയും സൃഷ്ടിച്ചു എന്നു മാത്രമല്ല, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഹിദായത്തിന്റെ ബോധം കൊടുത്തു.
ഈ പ്രപഞ്ചത്തിലെ ഓരോ ബിന്ദുവിനും തന്തുവിനും തന്മാത്രയ്ക്കും ആ ബോധമുണ്ട്. നക്ഷത്രങ്ങളും വള്ളിപ്പടർപ്പുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. എന്നെ എന്തിനാണ് പടച്ചത് എന്ന ബോധം നൽകപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും. ഫറോ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു, എല്ലുകൾ നുരുമ്പിപ്പോയ ഇന്നലകൾ ഇവിടെ ജീവിച്ചിരുന്ന ഖബറുകൾ അലിഞ്ഞ മനുഷ്യരെ കുറിച്ച് മൂസ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? മൂസ നബി പറഞ്ഞു, ഇൽമുഹാ ഇൻദ റബ്ബി ലാ യളില്ലു റബ്ബി വലാ യൻസാ. അവരെ കുറിച്ചുള്ള വിവരം എൻ്റെ തമ്പുരാന്റെ അടുക്കൽ മാത്രമാകുന്നു. എന്നിട്ട് മൂസ നബി പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇവിടെ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കാണ് മടക്കപ്പെടുന്നത്, ഈ മണ്ണിൽ നിന്നു തന്നെയാണ് നിങ്ങളെ പുനർജനിപ്പിക്കപ്പെടുന്നത്. മണ്ണാണ് പ്രധാനം. മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉന്നയിച്ചപ്പോ ജിബ്രീലിനെ പറഞ്ഞയച്ചു ഭൂമിയിലേക്ക്. ഭൂമി പറഞ്ഞു, ഞാൻ മണ്ണ് തരില്ല. പിന്നെ വന്നത് അസ്രായിലായിരുന്നു. അസ്രായിൽ മണ്ണ് ചോദിച്ചു. ഭൂമി പറഞ്ഞു, ഞാൻ മണ്ണ് തരില്ല. അപ്പോൾ അസ്രായിൽ പറഞ്ഞു, എടുത്ത മണ്ണ് തിരിച്ചു തന്നേക്കാം. എവിടെ നിന്നാണോ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് അവിടെ തന്നെയായിരിക്കും ആ മനുഷ്യന്റെ ഖബറെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ. എവിടെ നിന്നാണോ മണ്ണെടുത്തത് അവിടെ തന്നെയായിരിക്കും ഖബർ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ആ മണ്ണിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ മടക്കപ്പെടുന്നത്, ഇവിടുന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ പുനർജനിയും എന്ന് വിശുദ്ധ ഖുർആൻ. ആ മണ്ണ് പ്രാധാന്യമുള്ള മണ്ണാണ്. ആ മണ്ണിലേക്കാണ് ആത്മാവിന്റെ വിനിമയം നടക്കുന്നത്, റൂഹുകളുടെ സുഗന്ധം ഒഴുകി വരുന്നത്, മനുഷ്യർ തമ്മിൽ സൗഹൃദങ്ങൾ കൈമാറ്റപ്പെടുന്നത് ആ മണ്ണുമായിട്ടാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ പോലും ഒരാൾ ചെന്നാൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇദാ മറ റജുലു ബിഖബരി അഖി അറഫഹു ഫഇൻ സല്ലമ അലൈഹി റദ്ദഹ്. ഒരു ഖബറിന്റെ അരികിലൂടെ ഒരാൾ നടന്നു പോയി, ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തു നിൽക്കുന്നവൻ അറിയും, അയാൾ സലാം ചൊല്ലി എന്നാൽ അറഫഹു, ഇന്നാലിന്ന മനുഷ്യനാണ് എന്നോട് സലാം ചൊല്ലിയത് എന്നാ മയ്യത്തറിയും. ഫഇൻ സല്ലമ, ഇവൻ സലാം ചൊല്ലിയാൽ റദ്ദഹു അലൈഹി, ഖബറിൽ കിടക്കുന്ന ആത്മാവ് ഈ മനുഷ്യന് സലാം മടക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആത്മാവ്, ഖബറല്ല. മരിച്ച ശരീരത്തെ കുറിച്ചാണ്, ഡെഡ് ബോഡിയെ കുറിച്ചാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഇതിൽ നിന്ന് പിരിഞ്ഞു പോയ ആത്മാവ് ഇവിടെയാണ്. ആത്മാവാണ് പ്രധാനം. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബിഹി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, ആത്മാവിനെ കുറിച്ച് അവർ അങ്ങയോട് ചോദിക്കും. അതിന്റെ ആഭ്യന്തര കാര്യമാണ്. എന്താണ് റൂഹ്, എന്താണ് ആത്മാവ്, എന്താണ്? അത് ലോകത്തെ പഠിപ്പിക്കാനാണ് ഇബ്നുൽ ഖയ്യിം അർ-റൂഹ് എന്ന മഹാഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. റൂഹ് എങ്ങോട്ടേക്കാ പോകുന്നത്? ഖബറിൽ ഒരാൾ സലാം പറയുമ്പോൾ എങ്ങനെയാണ് തിരിച്ചെത്തുന്നത്? എവിടേക്കാണ് റൂഹിന്റെ വിഹാര കേന്ദ്രങ്ങൾ? രക്തസാക്ഷികളുടെ ആത്മാവ് സ്വർഗത്തിൽ പച്ചക്കിളികളായിരിക്കും. പിന്നെ എവിടെയായിരിക്കും? മഹാനായ ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹിൽ വിവരിക്കുന്നുണ്ട്.
ജീവിച്ചിരിക്കുന്നവരോട് സലാം പറയുന്ന പോലെയാണ് പള്ളിക്കാട്ടിലേക്ക് സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുഅ്മിനീങ്ങളുടെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. സംവദിക്കുകയാണ്, വർത്താനം പറയാണ്. മുഅ്മിനീങ്ങളുടെ വീട്ടുകാരെ, തന്റെ മുന്നിലേക്ക് വരുന്ന ഒരാളോട് അങ്ങനെ തന്നെയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തൊട്ടപ്പുറത്തേക്കും അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഖബറിൽ കിടക്കുന്ന ആത്മാവ് റൂഹ് തിരിച്ചെത്തി മനുഷ്യന് മറുപടി പറയുകയാണ്. വളരെ സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി പറയുകയാണ്, മാ മിൻ അഹദിൻ സല്ലമ അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി. നിങ്ങൾ ആരെനിക്ക് സലാം പറഞ്ഞാലും അല്ലാഹു എൻ്റെ റൂഹ് എനിക്ക് മടക്കി തരും. ഹത്താ അറുദ്ദഹു, ഞാൻ അവന് സലാം മടക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ആത്മാവ്. ആത്മാവിന്റെ ശക്തിക്ക് ഒരു പരിധിയുമില്ല. ശരീരത്തിന്റെ ശക്തിക്ക് പരിധികൾ ഉണ്ടാകാം, ആത്മാവിന്റെ ശക്തിക്ക് ഒരു പരിധിയുമില്ല. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസാൻ ചോദിച്ചു, ആരാണ് ബിൽഖീസിന്റെ സിംഹാസനം എന്റെ അടുക്കൽ കൊണ്ടുവന്നു തരിക? ഖാല ഇഫ്രീതും മിനൽ ജിൻ. ജിന്നുകൾ നിന്നുള്ള ഇഫ്രീത്ത് പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തെ ബിൽഖീസിന്റെ സിംഹാസനം. ഖാല ഇൻദഹു ഇൽമും മിനൽ കിതാബ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മഹാജ്ഞാനി പറഞ്ഞു, ആസിഫുൻ ബർഖിയ, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അങ്ങയുടെ ഒരു കണ്ണ് ചിമ്മി അടക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. ഇഫ്രീത്ത് പറഞ്ഞത് എന്റെ ശരീരത്തിന്റെ ശക്തി കൊണ്ടാണ്. ആസിഫുൻ ബർഖിയ പറയുന്നത് റൂഹിന്റെ ശക്തി കൊണ്ടാണ്. ശരീരത്തിന്റെ ശക്തിക്കു പരിധിയുണ്ട്, പക്ഷേ റൂഹിന്റെ ശക്തിക്കു പരിധിയേയില്ല. മഹാന്മാരുടെ അർവാഹുകളോ, അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞുപോയവരാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ചവർക്ക് മാലാഖമാരിറങ്ങും, അവർ സമാധാനം ഉദ്ഘോഷിക്കും, ഭയപ്പെടരുതേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ പിരിഞ്ഞു പോയവരാണ്. മരണം എത്ര ഭീകരമാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുകയാണ്. മനുഷ്യൻ ചോദിക്കുന്നു, എന്നെ ഒന്ന് മന്ത്രിക്കുന്നവനുണ്ടോ, എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്നവൻ? മരണത്തിന്റെ വേദന കൊണ്ട് രണ്ടു കാലുകൾ പരസ്പരം കൂട്ടിമുട്ടുകയാണ്. അത്ര ഭീകരമാണ് മരണം. മരണം ലളിതമായി ഖുർആൻ പോലും അവതരിപ്പിച്ചിട്ടേയില്ല. അതീവ ഭീതിജനകമാണ് മരണം. റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മാലാഖമാരെ പോലും അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വന്നാസിആതി ഉർഖ വന്നാഷിത്വാതി നഷ്ത്വാ വസ്സാബിഹാതി സബ്ഹാ. അവിശ്വാസിയുടെ റൂഹ് പറിച്ചെടുക്കാൻ വരുന്ന മാലാഖമാരെ നിങ്ങൾ സാക്ഷി. സത്യവിശ്വാസിയുടെ റൂഹ് വെണ്ണയിലെ നൂലെണ്ണ പോലെ ഉതിർത്തിയെടുക്കുന്ന മാലാഖമാരെ നിങ്ങൾ സാക്ഷി. അത്ര വേദനാജനകമായ മരണത്തിലാണ് ആത്മാവുകൾ പൊട്ടിച്ചിരിക്കുന്നത്. തൂക്കിൽ കിടന്നുകൊണ്ട് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിരിഞ്ഞു പോയതാണ് ആത്മാവ്.
അള്ളാഹുവിന്റെ ആശംസ നേർന്ന് യാ അയ്യുത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ, എൻ്റെ അടുക്കലേക്ക് വന്നാലും ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, നീ എൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ സന്നിധിയിലേക്ക് വന്നണഞ്ഞാലും. അതാണ് ആത്മാവ്. ആത്മാവിനെ സന്ദർശിക്കാനാണ് നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത്. ഒരു സാധാരണ മുഅ്മിന്റെ ഖബർ പോലും സിയാറത്ത് ചെയ്യും ആത്മാവുമായിട്ടാണ് സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും, മരണവിചാരം കൂട്ടും. മനസ്സ് കടുത്തുപോയവന്റെ മുമ്പിൽ അവന്റെ മനസ്സിനെ കഴുകിയെടുക്കാൻ ഖബർ സിയാറത്താണ് ഏറ്റവും വലിയ മരുന്ന്. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യൂ, അത് നിങ്ങളുടെ മരണ വിചാരത്തെ വർദ്ധിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമാണോ, ആ ആത്മാവുമായുള്ള നമ്മുടെ സൗഹൃദം പുതുക്കപ്പെടുകയാണ്. ഒരാൾ തന്റെ ഉപ്പയുടെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന് പുറത്തു കൊടുക്കപ്പെടും, അവനെ ഗുണവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. ആര് മറ്റൊരാളെ സന്ദർശിക്കുന്നു അവരുടെ ജീവിതകാലത്തെ ബന്ധം പോലെ ഒരു സ്വാന്തനം കിട്ടും. മരിച്ചുപോയവനെ ഭൂമിയിലെ വർത്തമാനങ്ങളൊക്കെ അവന്റെ ആത്മാവിലേക്ക് അള്ളാഹു അറിയിക്കപ്പെടും. മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ അള്ളാഹു ഇല്ലിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും അവരുടെ താമസം. ഭൂമിയിൽ ഒരാൾ മരിച്ചാൽ ആകാശത്തുള്ളവർ കാത്തിരിക്കും ഭൂമിയിലെ വിശേഷങ്ങൾ അറിയാൻ. ഇല്ലിയിന്റെ കവാടത്തിൽ വന്നുകൊണ്ട് അവർ കാത്തിരിക്കുകയും ചെയ്യും. അങ്ങോട്ട് പോകേണ്ടുന്നവരാണ് സത്യവിശ്വാസികൾ. ആ വിചാരമുണ്ടാക്കലാണ് സത്യത്തിൽ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഹൃദയങ്ങൾ ഇരുമ്പ് പോലെ തുരുമ്പ് പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, അമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, നബി എങ്ങനെയാണ് ഞങ്ങൾ കറകളയേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ദിക്റുൽ മൗത്ത്, മരിച്ചു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ സമ്പത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി വെള്ളപുതപ്പിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇന്നാ ജഅൽനാ അലാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ജീവിതത്തിന്റെ ചങ്ങലകൾ, കഴുത്തുകൾ കുരുക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ചങ്ങല വർദ്ധിച്ചതോടെ കടുത്തുയർത്തി നടക്കുന്നവരാണ് മനുഷ്യർ. താഴെ ഹിദായത്തിന്റെ വെളിച്ചമുണ്ട്. താഴേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ കഴുത്തിൽ ചങ്ങലകൾ മുറുക്കപ്പെട്ടിരിക്കുകയാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون. അവന്റെ മുന്നിലൊരു മറ വന്നു, പിന്നിലും അവൻ ഇരുട്ടിൽ തപ്പുകയാണ്. ഹിദായത്ത് കിട്ടാതെ വിഷമിക്കുകയാണ്. ഹിദായത്തിന്റെ വാതിൽ തുറക്കുന്നതായിരിക്കണം സത്യത്തിൽ സിയാറത്ത് എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് വെറുതെ ഒരു പോക്കുവരവല്ല, അത് ഉന്നതരായ ആത്മാവുകളോടാണ് ചേരുന്നതെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ജീവിച്ചിരിക്കുന്ന ഖിളിറിനെ കാണാൻ മൂസ പോകുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ മജ്മഉൽ ബഹ്റൈനിലേക്കാണ് യാത്ര. ജബലുത് താരിഖിൽ ബംഗാൾ ഉൾക്കടലിന്റെയും സൂയസ് കനാലിന്റെയും മൂസ പറയുന്നുണ്ട്, തന്റെ കൂടെ ചേർത്ത് നിർത്തിയ യൂഷൈ നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, മോനെ, നമ്മൾ യാത്ര പോവുകയാണ്. ഈ യാത്ര എവിടെ അവസാനിക്കുമെന്നറിയുമോ? മജ്മഉൽ ബഹ്റൈനി
ഔ അംളിയ ഹുഖബാ. മജ്മഅൽ ബഹ്റൈൻ വരെ പോകും ഈ യാത്ര. എന്റെ ആത്മീയ ഗുരുനാഥനെ ഞാൻ കണ്ടുമുട്ടിയില്ല എങ്കിൽ ഔ അംളിയ ഹുഖബാ, ചിലപ്പോൾ യുഗങ്ങളോളം ഈ യാത്ര തുടർന്നു പോവുക തന്നെ ചെയ്യും. എന്തിനാ? ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടാനാണ്. ഒരു വലിയന്റെ, ഒരു മഹാനുഭാവന്റെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ നടക്കുന്നത് എന്താ? സത്യത്തിൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ, ഇന്നൽ ഇൻസാന ഇദാ ദഹബ ഇലാ ഖബരി ഇൻസാനിൻ ഖവിയ്യിൻ നഫ്സി കാമിലൽ ജവാഹിരി. ഒരു മനുഷ്യൻ സാത്വികനായ പ്രത്യുൽപ്പന്നമതിയായ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടിയിലേക്ക് ചെല്ലുമ്പോ വഖഫ ഇൻദ, കുറച്ചു നേരം അവിടെ നിന്നു. ഇമാം റാസി വിവരിക്കുകയാണ്, ആ മണ്ണിൽ നിന്ന് തഅ്സീറും മിൻ തിൽക തുർബ, ഉന്നതമായ ഒരു മഹാനുഭാവന്റെ ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണിൽ നിന്ന് ഈ മനുഷ്യന് വല്ലാത്ത ഒരു ഉദ്ധാനമുണ്ടാകും. വെളിച്ചം വെളിച്ചത്തോട് ചേരുകയാണ്. ഇമാം റാസി വിവരിക്കുകയാണ്, ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോ താഴെ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് ഈ മനുഷ്യനിലേക്ക് പടരുന്ന ഒരു മഹാവെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് സിയാറത്തിന്റെ ഫലം എന്ന് പറയുന്നത്. എന്നിട്ട് മഹാനവർകൾ പറയുന്നുണ്ട്, രണ്ടു കണ്ണാടികൾ ചേർത്തു വെക്കും പോലെ അവിടെ നടക്കുന്ന പ്രകാശത്തിന്റെ വിനിമയമാണ് ഒരു സിയാറത്തിലൂടെ സത്യത്തിൽ സംഭവിക്കുന്നത്. അതാണ് സിയാറത്ത്. മഹാന്മാരായ ഉന്നത ശീർഷരായ വലിയകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ ചികിത്സിക്കപ്പെടുകയാണ്. ആത്മാവ് ആത്മാവിനെ പരിചരിക്കുകയാണ്. അതിന്റെ പേരാണ് സിയാറത്ത്. ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോ എ.ആർ. റഹ്മാൻ അജ്മീറിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നുണ്ട്. ഖ്വാജാ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ സിയാറത്ത് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ദി മോസ്റ്റ് പവർഫുൾ പ്ലേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ഒരു പ്രദേശമാണ് ഈ മണ്ണ്, അജ്മീറിന്റെ മണ്ണ്. ഖ്വാജാ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ മണ്ണ്. ആരാ ഖ്വാജാ? ഡൽഹിയിൽ നിന്ന് അജ്മീർ വരെ യാത്ര ചെയ്തപ്പോ ആയിരക്കണക്കിന് മനുഷ്യരാണ് ആ തിരുസവിധത്തിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചത്. മലയാളത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാനകോശത്തിൽ സുകുമാർ അഴീക്കോടും സച്ചിദാനന്ദനും എഡിറ്ററായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ വിജ്ഞാനകോശത്തിൽ എന്ന അധ്യായത്തിന് താഴെ ഖ്വാജാ മുഈനുദ്ദീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് താഴെ വിവരിക്കുന്നുണ്ട്, ഈ മനുഷ്യന്റെ അത്ഭുത പ്രവൃത്തി കൊണ്ട് ഇന്ത്യയിൽ 90 ലക്ഷം മനുഷ്യർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. 90 ലക്ഷം മനുഷ്യർ ആ മഹാഗുരുവിന്റെ ശിക്ഷണത്തിൽ നിന്നാണ് മഹാനായ മുനവ്വർ ഷാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ മണ്ണിലേക്ക് വന്നണയുന്നത്, ഈ മണ്ണിന് സ്വന്തനമായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ബറക്കത്താണ്, നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഒരു സാലിഹ് ജീവിച്ചിരിക്കുക, ആ മണ്ണിൽ തന്നെ ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയാകണം സിയാറത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയൊരു മനുഷ്യൻ ഇവിടെ കിടന്നുറങ്ങുന്നു. ആ മനുഷ്യന് മുഖാമുഖം നിന്നുകൊണ്ട്, നിന്റെ മനസ്സിനെ ചികിത്സിക്കാത്തവനെ, നീ എത്ര നിർഭാഗ്യവാനാണ്. ആ
മണ്ണിൽ നിന്ന് പ്രസ്ഫുരിക്കുന്ന ഒരു മഹാസുഗന്ധമുണ്ട്. ആത്മാവ് ആത്മാവിനോട് ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്ന മഹാ അത്ഭുതങ്ങളുണ്ട്. ഇമാം റാസി പറഞ്ഞതുപോലെ എന്തെന്നില്ലാത്ത ഒരു ശക്തി നിനക്ക് കൈമാറപ്പെടുകയാണ്. നിന്റെ ഉമ്മയുടെ നിന്റെ ഉപ്പയുടെ ഖബറിനോട് നീ ചേർന്നിക്കപ്പെടുമ്പോ. അതുകൊണ്ടാണ് പുണ്യനബി എല്ലാ ദിവസവും ചെയ്തിരുന്ന ജോലിയാണ് ഖബർ സിയാറത്ത്. എല്ലാ ദിവസവും ശനിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ പുണ്യനബി ഉഹുദിലേക്ക് പോകും. അവിടെ മരണപ്പെട്ടു പോയ തന്റെ പ്രിയ അനുചരന്മാരെ മുത്തുനബി സിയാറത്ത് ചെയ്യും. കാരണം എന്താ? അത് ആത്മാവുകളുടെ കൂടിച്ചേരലാണ്. ശരീരമല്ല പ്രശ്നം, ശരീരം ആത്മാവിനെ സൂക്ഷിക്കാനുള്ള ഒരു അവയവം മാത്രമാണ്. ഈ മനുഷ്യന്റെ ആത്മാവ് എവിടെയാണ്? ആലമുൽ അർവാഹിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോ റബ്ബ് നടത്തിയ സംഭാഷണം ഖുർആൻ പറയുന്നില്ലേ? അലസ്തു ബി റബ്ബിക്കും, നിങ്ങൾ റബ്ബാരാണ്. മനുഷ്യരൊക്കെ പറഞ്ഞു ഖാലൂ റബ്ബുനാ, റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. അത് മറന്നാണ് ഈ ഭൂമിയിൽ പലരും അവിശ്വാസികളായി മാറിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്ത് എന്നുള്ളത് നമ്മളെ സംസ്കരിക്കുന്നതാകണം. പട്ടിയെ കുഴിച്ചിട്ട മാതിരി തിരിച്ചു പോകുന്നതല്ല മുഅ്മിനിന്റെ വിശ്വാസം. ആ മണ്ണിലേക്ക് റൂഹിന്റെ അത്ഭുതകരമായ വിനിമയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടൊരു മഹാത്മാവിനെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ സന്ദർശിക്കുന്നത് പോലെ അദബുകൾ പാലിക്കണം. മദീനയിലെത്തിയാൽ ഒരു മനുഷ്യന്റെ അദബ് എത്രയാണ്? മക്ക ശബ്ദമാനമാണ്, മദീന സാന്ത്വന സമാധാന കേന്ദ്രമാണ്. ഇലേനക്കമില്ല. കാരണം അവിടെ കിടന്നുറങ്ങുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം മാലിക് റഹ്മുള്ള പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നടക്കില്ല. കാരണം ഇത് പുണ്യനബി ജീവിച്ചിരുന്ന അന്തിയുറങ്ങുന്ന മണ്ണാണ്. ജീവിച്ചിരുന്ന കാലത്തെ അദബുകൾ നമ്മൾ പാലിക്കണം. നമുക്ക് നിയ്യത്തുണ്ടാകണം, ഞാൻ നന്നാകാൻ, എൻ്റെ ഈമാനിന്റെ പ്രകാശം വർദ്ധിക്കാൻ, എൻ്റെ ആഖിബത്ത് നന്നാകാൻ സിയാറത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. മാത്രവുമല്ല അതിൻ്റെ അദബുകൾ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ പാലിക്കപ്പെടണം. കാരണം ഒരു പുണ്യാത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ശരീഅത്ത് നടപ്പാക്കാനാണ്. അവരുടെ ജീവിതം അതായിരുന്നു. വരുന്നവർ ഔറത്തു പാലിക്കണം. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്തു അദ്ഖുലുൽ ലദീ ദുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മറബട്ട് കിടക്കുന്ന റൂമിൽ ഹുജറത്തു ഷരീഫിൽ ഞാൻ എപ്പോഴും നബിയെ സന്ദർശിക്കുമായിരുന്നു. വഇന്നി വാലിഉൻ സൗബി, ഞാൻ വേണ്ടത്ര വസ്ത്രം ധരിച്ചിട്ടില്ല. കാരണം അവിടെ കിടന്നുറങ്ങുന്നത് ഒന്നെന്റെ ഭർത്താവാണ്, മറ്റൊന്നെന്റെ പിതാവാണ്. ഫലമ്മാ ദുഫിന ഉമർ, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വന്നു ചേർന്നപ്പോ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടില്ല. മാ ദഖൽതു ഇല്ലാ വഅന മഷ്ദൂദതൻ അലയ്യ സിയാബി, വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു ഇസ്ലാമിക വേഷത്തിലെ ഞാൻ ആ റൂമിൽ കടന്നിട്ടുള്ളൂ. കാരണം ഹയാഅൻ മിൻ ഉമർ, തൊട്ടുചേർന്ന് അന്യനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നെങ്ങനെയാ സിയാറത്ത്? ഏത് വസ്ത്രത്തിലും സിയാറത്തിന് പോകാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയായിരിക്കും അത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. നമുക്ക് നിസ്കാരം ഉണ്ടാകണം. 5 വഖത്ത് നിസ്കരിക്കാതെ സിയാറത്ത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. അടിസ്ഥാനപരമായ നന്മകളെ നമ്മൾ പൂർത്തിയാക്കണം. സയ്യിദത്തുനാ ഫാത്തിമ ബീവിയോട് പുണ്യനബി പറയുന്നുണ്ട്, ഫാത്തിമ അൻഖിദി നഫ്സകി അനിന്നാർ,
നീ നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ മോചിപ്പിച്ചെടുക്കണം. ഞാൻ നിന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അതിനർത്ഥം എന്താ? അടിസ്ഥാനപരമായ നന്മകളെ നീ പൂർത്തിയാക്കിയിരിക്കണം, പിന്നെയാണ് എൻ്റെ ശഫാഅത്ത് വരുന്നത്. അള്ളാഹു നമുക്ക് നല്ല ബോധം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സിയാറത്ത് ഒരു നന്മയാണ്. ഒരു ദിവസം പലതവണ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു നന്മ. പള്ളിക്കാട്ടിലേക്കുള്ള ഓരോ സലാമും നമ്മുടെ സിയാറത്താണ്. നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ സഹോദരങ്ങളെ, മഹാന്മാരായ ആരിഫുകളെ നല്ല നിയ്യത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്യണം. അത് ആഖിറത്തിലേക്കുള്ള നമ്മുടെ വഴികളെ കൂടുതൽ കൂടുതൽ തെളിച്ചു കൊണ്ടുവരും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നമ്മുടെ മസ്ജിദുകളൊക്കെ ഖബർസ്ഥാനികളോട് ചേർന്നാണ്. ഓരോ നിസ്കാരത്തിന് വരുമ്പോഴും നമ്മൾ മൊഴിയുന്നുണ്ട്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഓരോ വെള്ളിയിലും നമ്മൾ നമ്മുടെ ഉപ്പയും ഉമ്മയും സിയാറത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാർ. കൂട്ടത്തിൽ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി ഒരുപാട് തലമുറകളുടെ ആത്മീയ ഇന്ധനമായി മഹാനായ ഷേഖ് മുനവ്വർ ഷാ തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ സ്വലാഹു കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ചേർക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കലാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അല്ലമാ ഇഖ്ബാൽ പറയുന്നുണ്ട്, മർനെ വാലോം കി ജബീൻ रोशन है इस जुलुमात में जिस तरह तारे चमकते हैं अंधेरी रात में. മരിച്ചു പോകുന്നവന്റെ നെറ്റിത്തടത്തിൽ കാണുന്ന വെളിച്ചമാണ് ഈ പ്രപഞ്ചത്തിലെ ഏക വെളിച്ചം എന്ന് പറയുന്നത്. അന്ധകാര നിബിഡമായ രചനയിൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് പോലെ അങ്ങനെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു ഇരു വീട്ടിലും നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഖൈറിന്റെ സ്വലാഹിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.